കോയമ്പത്തൂർ ബംഗളൂരു സെൻട്രൽ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേരുന്നതാണ്. കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു. നിങ്ങൾ ആരെങ്കിലും നെടുമങ്ങാട് ഖാദർ എന്ന ഫയൽമാനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇവിടെ കൊള്ളാം, കേട്ടിട്ടുണ്ടോ? നല്ല ചോദ്യം. പോലീസിനോട് പറഞ്ഞിരുന്നു, അവന്മാരുണ്ട്, അവന്മാര് വരാൻ പറഞ്ഞു. ഞാനിവിടെ ഉണ്ട്, ഇറങ്ങി നിന്ന് അതിനു വേണ്ടിട്ടാ ഇങ്ങോട്ട് വരാൻ വിളിക്കുന്നു. അതിലൊന്നും ഭയന്ന് ഓടുന്ന ആളല്ല, ഇവിടെ ഉണ്ട് ഞാൻ. ഒന്നും പറയുന്നത് സൂപ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ ദീപ് ജോയിനെ വിളിച്ചിട്ടും പറഞ്ഞു. വെളുത്ത ഷർട്ടിട്ട ക്രിമിനലിന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി വീണ ജോർജിനെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന ആരോപണം വെറും തള്ളായി. മന്ത്രിയെ കൊല്ലാനുള്ള ലക്ഷ്യത്തോടെ ആക്രമണം നടന്നുവെന്ന MV ജയരാജന്റെ പ്രസ്താവനയും തള്ളായി. മാരകായുധവുമായി KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തുവെന്ന ഗൺമാന്റെ മൊഴി വെറും തള്ളായിരുന്നു. കൊല്ലാൻ തന്നെയാണ് ശ്രമിച്ചതെന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ വിലാപവും തള്ളായിരുന്നു. എങ്ങോട്ടാണ് നാട് പോകുന്നതെന്ന് ഗൗരവമായി ആലോചിക്കണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഹ്വാനം തള്ളായിരുന്നു. ഈ മഹാതള്ളിന്റെ പേരിലാണോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഓഫീസുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്, ബോംബെറിഞ്ഞത്, KSUക്കാരെ ജാമ്യമില്ലാതെ ജയിലിലടച്ചത്? വധശ്രമവും മാരകായുധവും തള്ളായിരുന്നുവെന്നും നടന്നത് സമരവും ഉന്തും തള്ളുമാണെന്നും മന്ത്രി വീണ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പിണറായി വിജയനും വീണ ജോർജും പാർട്ടിയും കേരളത്തോട് കുറഞ്ഞ പക്ഷം ഒരു മാപ്പെങ്കിലും പറയാൻ ബാധ്യസ്ഥരാണ്. ന്യൂസ് അവർ പരിശോധിക്കും. പ്രേക്ഷകരോടാണ് ഇടയ്ക്കിടെ, കാരണം ആ ദിവസം നടത്തിയ പ്രസ്താവനകളൊക്കെ നമുക്ക് വീണ്ടും കേൾക്കേണ്ടി വരും. ചിലപ്പോഴെങ്കിലും ചിലർക്കെങ്കിലും ചിരി വരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ചിരിക്കാൻ പാടില്ല. കാരണം അത്രയും ഗൗരവമുള്ള അക്രമ സംഭവങ്ങളാണ്, ബോംബേർ അടക്കമാണ് ഈ സംഭവത്തിന് ശേഷം, ഈ വ്യാജമായ ആരോപണത്തിന് ശേഷം കേരളത്തിൽ ആ ദിവസങ്ങളിൽ ഉണ്ടായത്. എങ്കിലെന്തു തോൽക്കുകയില്ല നാടു മാർക്സിസം, തോൽക്കുകയില്ല തോറ്റുവെങ്കിലില്ല മാർക്സിസം. പക്ഷേ അത് കാണുമ്പോഴുള്ള ചിരി ആ സംഭവത്തെ ലഘൂകരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. നമുക്ക് ആദ്യം MV ജയരാജന്റെ ഒരു പ്രസ്താവന, അന്നത്തെ പ്രസ്താവന കേട്ടതിന് ശേഷം തുടങ്ങാം. ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്. വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലതുഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ, വെള്ള ഷർട്ടിട്ട ഒരാൾ. അത് വളരെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയത് കൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. അപ്പോൾ മന്ത്രിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? ആക്രമണം നടന്നത്.
കൈക്കും കഴുത്തിനുമെല്ലാം പരിക്കേറ്റിരിക്കുന്നു. കൈയും കഴുത്തും പിടിച്ച് തിരിക്കുന്ന നിലയിലേക്ക് തോന്നുന്നു എന്നാണ് അവിടെ നിന്ന് കിട്ടിയ വിവരം. അതിക്രൂരമായ രീതിയിലുള്ള കടന്നാക്രമണമാണ് അവിടെ. മറ്റൊരു വാർത്താ സമ്മേളനത്തിലാണ് ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്, അതുകൂടി കാണാം. ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു. മുമ്പോട്ടാണ് പോകേണ്ടത്. ട്രെയിന് 3-ാം പ്ലാറ്റ്ഫോമിലാണ്. ആ സ്ത്രീക്കൊന്നും പറ്റിയില്ലെങ്കിൽ തിരിഞ്ഞിങ്ങനെ നോക്കണം. എന്താ താങ്കളുടെ മാധ്യമ പ്രവർത്തകയായ വനിതയുടെ അഭിപ്രായം? ഒരു സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ഏതൊരു സ്ത്രീയും, നമ്മുടെ സഹോദരിമാർ, ആത്മാഭിമാനമുള്ള സ്ത്രീ, അവര് തിരിഞ്ഞു നോക്കുമ്പോ പോലീസുകാരാകെ നോക്കുന്ന ആ സ്ത്രീയെ ഈ വെള്ള ഷർട്ടുകാരൻ സ്പർശിച്ചു എന്നുള്ളത് ആ സ്ത്രീക്കും വെള്ള ഷർട്ടുകാരനും അറിയാം. അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആ നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടത്തെ നിങ്ങൾ പോലീസുകാരായിട്ട് AI-യിൽ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ട് പോലീസിനെ നേരെ കയർത്തു എന്നുള്ള വ്യാഖ്യാനം കൊടുത്തു. ഒരിക്കലും ഒരു സ്ത്രീ തന്റെ ദേഹത്ത് സ്പർശിച്ചിട്ടില്ലെങ്കിൽ നേരെ പോകുന്ന ഒരു സ്ത്രീ തിരിഞ്ഞു നോക്കില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സ്വാഭാവികമായി ഞങ്ങൾ സമരം ചെയ്തത് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഒരു പ്രതിഷേധവുമായി കടന്നു ചെന്നത് കേരളത്തിന്റെ പൊതുവായ ആരോഗ്യ മേഖലയിലുള്ള ഗുരുതരമായ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരന്തരമായി ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കത്രിക തുന്നിക്കെട്ടി ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരുന്നതും ആശുപത്രി കെട്ടിടങ്ങൾ പൊളിഞ്ഞു വേണ്ടി വരുന്നതും മതിയായ ചികിത്സകൾ ലഭ്യമാകാത്തതും സിസ്റ്റം തകരാറാണെന്ന് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുമ്പോൾ അത് ഉയർത്തിപ്പിടിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ തന്നെ മന്ത്രിക്കെതിരെ ഒരു കരിങ്കൊടി പ്രതിഷേധം നടത്തിയപ്പോൾ ആ പ്രതിഷേധത്തെ ഒരു കൊലപാതക ശ്രമമാക്കി, വധശ്രമമാക്കി ഇങ്ങനെ ചിത്രീകരിച്ചതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് വളരെ ഭീകരമായിരുന്നു. കഴിഞ്ഞ് മന്ത്രി സ്വന്തം വാഹനത്തിൽ വീട്ടിലേക്ക് പോവുകയാണ്. ഈ പരിക്കെല്ലാം ഉണ്ടായിരിക്കുക. അത് കണ്ടപ്പോഴെങ്കിലും കേരളത്തിന് കൃത്യമായി മനസ്സിലായി എന്താണ് സംഭവിച്ചത്. ഇനി ഏത് നിലയിലുള്ള അക്രമത്തിനുള്ള ആഹ്വാനമാണ് ഈ ഒരു കള്ളക്കഥ മെനഞ്ഞ് റീത്ത് വെച്ചതിന്റെ തുടർച്ചയായി മന്ത്രിയെ അപായപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വളരെ ആസൂത്രിതമായി മന്ത്രിയെ അപായപ്പെടുത്തുന്നതിന് വേണ്ടി പുറത്തുനിന്ന് BJPയും റെയിൽവേ സ്റ്റേഷന്റെ അകത്തുനിന്ന് യൂത്ത് കോൺഗ്രസും KSUവും ഈ കടന്നാക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് പ്രതിഷേധമല്ല, ഇത് തമ്മാടിത്തരമാണ്. ഒന്നും പറയണ്ട, ഭയങ്കര കോമഡിയാ. അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ. ഇത് കടന്നാക്രമണമാണ്, ഇത് റൗഡീസാണ്. ഇതൊന്നും അംഗീകരിച്ചു തരുമെന്ന് KSU ആയാലും ശരി, യൂത്ത് കോൺഗ്രസ് ആയാലും ശരി, മൂത്ത കോൺഗ്രസ് ആയാലും ശരി അങ്ങനെ ധരിച്ചു പോകണ്ട. പരിക്കുണ്ട്, കൈക്ക് പരിക്കുണ്ട്, തോളലിന് പരിക്കുണ്ട്. തീക്കട്ട കൊണ്ട് തലചൊരുകയാണെന്നുള്ള വിവരം യൂത്ത് കോൺഗ്രസ് KSUക്കാർക്ക് നല്ല ബോധം വേണം. ഞങ്ങൾ എന്തായാലും പകരത്തിന് പകരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഒരു സ്ത്രീ മന്ത്രി അവിടെ നിൽക്കട്ടെ, ഒരു സ്ത്രീ അവരെ അമ്മേനെ പോർ കരുതേണ്ട ഒരു സ്ത്രീയെ തള്ളിയിട്ട് കഴുത്തൊടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് ചട്ടമ്പിത്തരമാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പട്ടി കുരച്ച് ചാടുന്ന പോലെ ഒരു സ്ത്രീയുടെ നേരെ ചാടുന്നതൊന്നും തെരുവ് നായ്ക്കളെ പോലെ നമ്മൾ പെരുമാറാൻ പാടില്ല. സിനിമാക്കാരനാ ഗണേശൻ സ്ത്രീകളുമായിട്ട് അടുത്ത് ഇടപെടുകയെന്ന് പറഞ്ഞാൽ പറ്റുകയല്ല. കുറച്ച് കാശ് കൊടുത്താൽ കുറച്ച് കെട്ടിപ്പിടിക്കും, കൂടുതൽ കാശ് കൊടുത്താൽ കൂടുതൽ ഇറുക്കി കെട്ടിപ്പിടിക്കും. അത് തൊഴിലിന്റെ ഭാഗമാണ്. ഇപ്പം 6 പാലയുള്ള കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാൽ മോശമാണ് എന്നാണ് എനിക്ക് അഭിപ്രായം. അത് ചെയ്യരുത്. കാരണം എന്താ, പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തെരുവ് നായ്ക്കൾ ഇങ്ങനെ കുരച്ചുകൊണ്ട് ചാടും. അതുപോലെ സ്ത്രീകളുടെ നേരെ പരാക്രമം വേണ്ട. പുരുഷന്മാരാണെ സജി ചെറിയാനും ഞാനും ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്താ നടക്കുന്ന പോലും അറിയത്തില്ല, എന്തോ നടക്കുന്ന പോലും അറിയാം. പക്ഷെ അത് ഒരു മര്യാദയല്ല എന്ന് ഞാൻ പറയുകയാണ്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിരുന്നു.